തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനമടക്കം 7 ജില്ലകളിൽ ഇപ്പോൾ പോളിംഗ് ബൂത്തിലാണ്. കൊല്ലത്ത് നിന്ന് എം മനോജ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മനോജ്, നമ്മൾ നേരത്തെ ആ തർക്കത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ എന്താണ് വോട്ട് രേഖപ്പെടുത്താൻ, സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ നിരവധി പേർ എത്തുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതുതന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ വോട്ടർമാർ എത്തിത്തുടങ്ങി. അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് തിരികെ മടങ്ങുവാനുള്ള ഒരു കാഴ്ച, അതിനുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുതിർന്നവരും എല്ലാ ആളുകളും ഈ വോട്ട് രേഖപ്പെടുത്തുവാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടംതാനം SNDP UP സ്കൂളിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വോട്ടർമാരെല്ലാം തന്നെ വരിയിൽ നിന്നുകൊണ്ട് ഉള്ളിലേക്ക്, അതായത് കൃത്യമായിട്ടുള്ള രേഖകളായി ഇവിടെ എത്തി ഉദ്യോഗസ്ഥരെ കണ്ട് തങ്ങളുടെ ഈ വോട്ടവകാശം അത് വിനിയോഗിച്ച ശേഷം ഓരോരുത്തരും അങ്ങനെ മടങ്ങുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വലിയൊരു ശതമാനം നമുക്ക് കാണാൻ സാധിക്കും. കണക്കുകളിലൊക്കെ അങ്ങനെ ഒരു വോട്ടിംഗ് ഇവിടെ തുടരുകയാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് തന്നെയാണ് തുടരുന്നതെന്ന് മനസ്സിലാക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്തിലൊക്കെ വലിയ തരത്തിലൊരു വോട്ടിംഗ് നടക്കുന്നുണ്ട്. ഇത് വൈകുന്നേരം വരെ, അതായത് 6 മണി വരെ സമയമുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം വരെ എത്തുന്ന വോട്ടർമാർക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ പോളിംഗ് നില നമ്മൾ അത് മനസ്സിലാക്കുക. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ 5 വർഷം മുൻപാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നത്തെ പോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കൂടുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തവണ ഈ വാർഡ് വിഭജനങ്ങൾ അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണം ആദ്യ ഘട്ടത്തിലൊക്കെ ഉയർന്നിരുന്നു. അതായത് നിലവിൽ കൊല്ലം കോർപ്പറേഷനിൽ 55 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. അത് 56 ഡിവിഷനുകളായി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ പല ഡിവിഷനുകളിലും വേർതിരിച്ചുകൊണ്ട് വോട്ടർമാരെയൊക്കെ മറ്റ് ഡിവിഷനിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ അതൊക്കെ പരിശോധിക്കുമ്പോൾ സാധാരണ നേരത്തെ വോട്ട് ചെയ്ത സ്ഥലത്തായിരിക്കില്ല ഇത്തവണ പലരും വോട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും മുതിർന്നവരടക്കം ഇപ്പോൾ ഈ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒപ്പം തന്നെ അവർ പുറത്തിറങ്ങി നമ്മളോട് പറയുമ്പോൾ ഇത്തരം ഒരു മാറ്റം എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം വികസനമാണ് അവർക്ക് ആവശ്യം. ഈ പരിധിയിൽ തന്നെ, നഗരപരിധിയിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഏകദേശം കുറേയധികം കാലമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കാൽനൂറ്റാണ്ടായി LDF ഭരണമായിരുന്നു ഈ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു മാറ്റവും ഒരു മോചനവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പല ഭാഗത്തും പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിലും ആളുകളൊക്കെ തന്നെ പലരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെങ്കിലും പിന്നീട് അവർ ഈ ദിനമായപ്പോൾ പലരും തങ്ങളുടെ മറുപടി വോട്ടിലൂടെ നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരെത്തി വോട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാ ജില്ലയിലും പോലെ തന്നെ കൊല്ലത്തും അങ്ങനെ വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ, അതായത് പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് നഗരപ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇങ്ങനെ പലയിടത്തായി വോട്ടിംഗ് നടക്കുമ്പോൾ അവിടെയൊക്കെ വേണ്ട സുരക്ഷ നൽകേണ്ടതും അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരടക്കം സജീവമാണ്. പല സ്ഥലങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോലീസിനെത്തി അത് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം പിന്നീട് അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലയിടത്തും താമസം വന്നിരുന്നെങ്കിലും ഈ ബൂത്തുകളിൽ വലിയ സംഖ്യ വോട്ട് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ തരത്തിലൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ വലിയൊരു നിരയുണ്ടായിരുന്നു. പക്ഷേ ആ നിര പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത് വന്നു കഴിഞ്ഞാൽ, അടുത്ത് വോട്ടർമാർ വന്നു കഴിഞ്ഞാലാണ് ഈ നിര വീണ്ടും വലുതാവുക. അത്തരത്തിൽ തന്നെയാണ് പലയിടത്തും ഈ വോട്ട് ചെയ്ത് വേഗം മടങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കന്നി വോട്ടർമാർ ഒരുപാട് പേരുണ്ട്. കന്നി വോട്ടർമാരും അതോടൊപ്പം തന്നെ പ്രായമായ വോട്ടർമാരും എല്ലാവരും എത്തി അങ്ങനെ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. മന്ത്രി ചിഞ്ചു റാണി ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അത് കൊല്ലം നീരാവിലുള്ള SNDP UP സ്കൂളിലാണ്. അങ്ങനെ തന്നെ പല പ്രമുഖരായിട്ടുള്ള ആളുകളും, നമുക്ക് ജില്ലയിൽ തന്നെ KN ബാലഗോപാൽ ധനമന്ത്രിയാണ്. ധനമന്ത്രി വോട്ട്
വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാർ, മറ്റ് മന്ത്രിമാരായാലും MLA-മാരായാലും എല്ലാവരും അവരവരുടെ ബൂത്തുകളിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. രാവിലെ നമ്മൾ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലായിരുന്നു. അവിടെ MP NK പ്രേമചന്ദ്രൻ എത്തി ആദ്യ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. താൻ പഠിച്ച കോളേജിൽ തന്നെ അതേ ക്ലാസ് മുറിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബൂത്ത് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുന്ന കുടുംബാംഗങ്ങളാണ്. വോട്ട് ചെയ്തായിരുന്നോ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? പെട്ടെന്ന് എത്താൻ പറ്റി? തിരക്കൊന്നുമില്ലായിരുന്നു? ഇല്ല ഇത്തവണ തിരക്കൊന്നുമില്ല. ഇല്ല. അപ്പോൾ അമ്മമാരൊക്കെ ഇവിടേക്ക് എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ ഈ ഇലക്ഷന് വേണ്ടിയിട്ടൊക്കെ വലിയ തരത്തിൽ വിവിധ മുന്നണികളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് തന്നെ കോർപ്പറേഷനിലെ കൊട്ടിക്കലാശത്തിൽ വരെ നമ്മൾ കണ്ടതാണ്. പ്രവർത്തകരുടെയൊക്കെ ആത്മവിശ്വാസം ഈ ഒരു ദിനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അങ്ങനെ കാത്തിരുന്നത്. ഇനിയുള്ള ദിനങ്ങൾ, അതായത് ഈ വോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ഫലം അറിയുവാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും എല്ലാവർക്കും. അതിൽ തന്നെ കൃത്യമായും മുന്നണികളുടെ കണക്കുകൂട്ടലുണ്ടാകും. ഈ ബൂത്ത് ഏജൻറ്റുമാരുണ്ട്, അതായത് ഓരോ മുന്നണികൾക്കും ബൂത്ത് ഏജൻറ്റുമാർ ബൂത്തിനുള്ളിലുണ്ടാകും. അവരൊക്കെ തന്നെ കൃത്യമായും വരുന്ന ആളുകളുടെ പേര്, അതോടൊപ്പം തന്നെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നതോ എന്നതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ ബൂത്ത് ഏജൻറ്റുമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്ക് തങ്ങളുടെ വാർഡിലുള്ള അല്ലെങ്കിൽ ഡിവിഷനിലുള്ള വോട്ടർമാരെ എല്ലാം അറിഞ്ഞിരിക്കാമെന്നുള്ളതാണ്. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് കയ്യിൽ നൽകിയിട്ടുള്ള ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ടിക്ക് ചെയ്യും. ആ ടിക്ക് ചെയ്ത് പോകുന്നത് അനുസരിച്ചാണ് ആരൊക്കെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുന്നത്. മണിക്കൂറുകൾ കഴിയും തോറും അവരിങ്ങനെ ആ വോട്ടേഴ്സ് ലിസ്റ്റ് കൈമാറി അടുത്ത വോട്ടേഴ്സ് ലിസ്റ്റുമായി ഉള്ളിലേക്ക് കയറും. കാരണം കൃത്യമായിട്ടുള്ള കണക്ക് പുറത്ത് സ്ഥാനാർത്ഥിക്കുൾപ്പെടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഓരോ ബൂത്തിലും അത് തന്നെയാണ്. അത്തരത്തിൽ ആരൊക്കെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്, എത്ര വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതുൾപ്പെടെയുള്ള കണക്കുകൾ അത് ഇന്ന് പോളിംഗ് കഴിയുമ്പോൾ തന്നെ ഒരു വിലയിരുത്തൽ ഈ എല്ലാ മുന്നണികൾക്കും ഉണ്ടാകും. അതിനുശേഷമാകും പിന്നീട് ഈ ഫലം വരുന്ന ദിവസത്തിനായി കാത്തിരിക്കുക. ഏതായാലും ആ ഒരു വലിയ ആകാംക്ഷയൊക്കെ ഇനിയുണ്ട്. അതിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നണികൾ. ഏതായാലും അത്രയധികം പ്രചാരണവും ശക്തമാക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ, അതായത് NDAയുടെ പ്രചരണം എന്ന് പറയുന്നത് വികസനം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും വലിയ തരത്തിലുള്ള ഒരു വിജയ പ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കൃത്യമായുള്ള കണക്കുകളോട് തന്നെ അവരൊക്കെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കോർപ്പറേഷൻ പരിധിയായാലും പഞ്ചായത്ത് പരിധികളിലായാലും അങ്ങനെ എല്ലാ ബൂത്തുകളിലും കൃത്യമായും ഏജൻറ്റുമാരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ പുറത്ത്, അതായത് നമുക്ക് ഈ വോട്ടിംഗ് കേന്ദ്രത്തിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 3 മുന്നണികൾ, 3 കൂടുതൽ സ്വതന്ത്രനുണ്ടെങ്കിൽ സ്വതന്ത്രൻ അടക്കം അവരുടേതായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ബൂത്ത് ഓഫീസുകളുണ്ടാകും. അവിടെ നിന്നും കൃത്യമായും ഇവിടേക്ക് വരുന്നവർക്ക് ഉള്ള സ്ലിപ്പുകൾ, അതോടൊപ്പം തന്നെ അതിനുള്ള വിവരങ്ങളൊക്കെ കൈമാറി നൽകിയാണ് ഇവിടേക്ക് വോട്ടർമാരെത്തുന്നത്. അപ്പോൾ കൊല്ലത്തെ പൂർണ്ണ വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.